അനുമോദ് ഈ പല ബൈറ്റുകളും പലരുടെയും പ്രതികരണങ്ങളൊക്കെ എടുത്തു. അനുമോദ്, ഈ AP അബ്ദുള്ളക്കുട്ടി പറഞ്ഞു, ഇതാ എന്നെയും തടഞ്ഞു നിർത്തി, ഈ രണ്ട് നേതാക്കന്മാരും വല്ല സീരിയലിലെങ്ങാനും അഭിനയിക്കാൻ പോകുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് AP അബ്ദുള്ളക്കുട്ടി വരെ MLA-യെയും MP-യെയും ട്രോളി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ TP രാമകൃഷ്ണനെ ഞാൻ കാണുമ്പോൾ TP രാമകൃഷ്ണൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാഹനവും പരിശോധിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ചർച്ചയാക്കേണ്ടുന്ന പോലും വിഷയമല്ല, ഇവരുടെ അല്പത്തരം കൊണ്ട് ഇതൊക്കെ ചർച്ചയാക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് പലരും ഇതിൽ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ ഒരു നോൺ ഇഷ്യൂ എന്ന നിലയിലാണോ ഈ തെരഞ്ഞെടുപ്പ് രണ്ട് മുന്നണികളും ഇതിനെ അങ്ങ് വിട്ടുകളയുന്നത്? അതുകൊണ്ടാണോ? ഇന്നത്തെ ഈ ഒരു വാഹന പരിശോധന അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായതൊരു അപക്വമായ നീക്കമാണ് എന്ന് തന്നെ വേണം വിലയിരുത്തുവാൻ. കാരണം നേതാക്കളോടൊക്കെ നമ്മൾ സ്വകാര്യമായി സംസാരിക്കുമ്പോഴും പല രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംസാരത്തിന്റെ രീതിയൊക്കെ പുറത്തു വന്നപ്പോൾ അതൊക്കെ വളരെ മോശമായിട്ട് UDF-നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് പോകുന്നത്. ഒരു എടുത്തിയാട്ടത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടായ തരത്തിലുള്ള ഒരു പ്രതികരണമായിട്ടാണ്. അപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രവർത്തിച്ച രീതി, അദ്ദേഹത്തിന്റെ സംസാര ശൈലി, അതിനൊക്കെ കോൺഗ്രസിനുള്ളിൽ തന്നെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ നിൽക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചാൽ, അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്ന അല്ലെങ്കിൽ മോശമാക്കുന്ന തരത്തിലൊരു നിലപാട് സ്വീകരിച്ചാൽ അത് ദോഷം ചെയ്യുന്നതാണ് ഇവിടെ നിശബ്ദമായിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും UDF-ന്റെ ഈ ഒരു നിശബ്ദത തന്നെ ഇതിൽ പൂർണ്ണമായിട്ടും ആ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ UDF ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. നേരത്തെ നിങ്ങൾ രേണുക പറഞ്ഞ പോലെ സണ്ണി ജോസഫ് ജില്ല KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം ഒരു അദ്ദേഹത്തിന്റെ നിലപാടായിട്ട്, പാർട്ടിയുടെ നിലപാട് ഇതാണെന്ന് പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുവെന്നല്ലാതെ അതിൽ കൂടുതൽ ആക്ഷേപങ്ങളിലേക്ക് പോവുകയോ വിമർശനങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല. ഇടതുപക്ഷമാണെങ്കിലും വിജയരാഘവന്റെ പ്രസ്താവനയാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയം. കുട്ടികൾ അപക്വമായി പെരുമാറുന്ന തരത്തിൽ അദ്ദേഹം അതിനെ ചെറുതാക്കി കണ്ട് അങ്ങ് അവസാനിപ്പിക്കുന്ന തരത്തിലേക്കാണ് പോയത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളിലാണെങ്കിലും ഈ വിഷയങ്ങളൊന്നും തന്നെ വരികയും ചെയ്തില്ല. സാധാരണഗതിയിൽ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷം ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന, ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ മുഖ്യമന്ത്രി ഇന്നത് വിശദമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ പരാമർശിക്കുകയും ചെയ്യും. അത്തരത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ ഈ വിവാദം, വാഹന പരിശോധനാ വിവാദം കൂടുതൽ തലങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും അത് പതിയെ നിശബ്ദമായി അവസാനിപ്പിക്കുന്നതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം